ഫ്രണ്ട്സ് അങ്ങനെ മത്സ്യകന്യക ഞങ്ങളുടെ സ്വന്തം നാടായ കാട്ടാക്കടയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പെറ്റ്സും പിന്നെ കുറേ ബിസിനസ് എല്ലാം നടക്കുന്നതിന് വേണ്ടി ഒരു കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കയറുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് ഏകദേശം 70 രൂപയാണ്. പിന്നെ നമുക്കിതിനകത്ത് ചിലവാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കുറേ ബേർഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് കുറേ ഫിഷസ് കാണാൻ വേണ്ടി പറ്റും. നോർമലി ഇടയ്ക്ക് ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന ഞാൻ ഈ ഒരു ഷോയ്ക്ക് പോയിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ടണലിനകത്തൂടെ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു വൈബില്ല. ഇവിടെ കുറച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബേർഡ്സും ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ നമുക്ക് പാമ്പൊക്കെ ഉണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറേ ബേർഡ്സ് ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. കുറേ ബേർഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രാവുകളും പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നമുക്ക് തൊട്ടടുത്ത് കാട്ടാക്കടയിൽ പോയി കാണാൻ വേണ്ടി പറ്റിയ അത്യാവശ്യം നമുക്ക് ദീപാവലി ആ ഒരു ടൈം പീരീഡ് വരെ ഇതുണ്ട്. ഒരാഴ്ച നീളുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോകുക. പിന്നെ നമുക്ക് കുഞ്ഞൻ ആമയൊക്കെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ ഇതെന്ത് ജീവിയാണെന്തോ ഞാൻ വിചാരിച്ച് പാറ്റിലെ ചിറവ് എടുത്ത് കളഞ്ഞെന്ന്. പിന്നെ ഇത് നമുക്ക് കുഞ്ഞൻ ആമയാണ്. ഇത് കുറേ നേരം ഞാൻ നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അനങ്ങുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചതിന് കളിപ്പാട്ടമല്ലായിരിക്കുന്നു. പിന്നെ വാ അനക്കുന്നുണ്ട്. വാ തുറക്കിയ ചേട്ടാ എനിക്ക് ജീവനുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ കാണിച്ചു തന്നു. കുഞ്ഞനാമ ഇത് പണ്ട് നമുക്ക് ഇവിടെയൊക്കെ വിൽക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് കടകളിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. അതിൻ്റെ വേറെ കളറായിരുന്നു പണ്ട് കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് നിറം മാറണ ഓന്ത്, പിന്നെ മാക്കാച്ചി തവള, വണ്ണമുള്ള മാക്കാച്ചി, കോക്കാച്ചി എന്നൊക്കെ പറയുന്ന തവള, പിന്നെ കുറച്ച് വേറൊരു തവള, ഇതും മാക്കാച്ചി തന്നെ. ഇത് പച്ച മാക്കാച്ചി, മറ്റേ മഞ്ഞ മാക്കാച്ചി പിതുങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഫിഷസ് ഉണ്ടായിരുന്നു ഇവിടെ. ഫിഷസിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട എന്തോ ആ ഒരു ആമ ഇഷ്ടപ്പെട്ടു. കുഞ്ഞനാമ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ചേച്ചിമാർ വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി വെള്ളത്തിനകത്തൂടെ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പം തന്നെ. പിന്നെ ഇതിൽ 2 പേരുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനൊരു പ്ലേസിൽ പോയപ്പോൾ അവിടെ ഒരാളെയാണ് കാണാൻ വേണ്ടി പറ്റി. ഇവിടെ 2 പേരുണ്ട്. ഇവരുടെ എല്ലാം എപ്പോഴും മെയിനായിട്ട് ഇതിനകത്ത് ഒരു കാണിക്കുന്ന ഒരു ലവ് ഷേപ്പ് ഇങ്ങനെ വെച്ച് വിടുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അത് പിന്നെ ആ ഒരു മെയിനായിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു ബബിൾസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് എനിക്ക് വെറൈറ്റി ഇഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു. കുട്ടിക്ക് കൊടുക്കുന്ന ഇതും. പിന്നെ അങ്ങനെ നമുക്ക് കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഒരാൾ വെച്ചെങ്കിലും ഒരു സമയത്ത് മാറി മാറി ഷിഫ്റ്റ് കൊടുക്കാമായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. മറ്റിടത്തുള്ളതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളും. പിന്നെ ഇത് ഞാൻ ലാസ്റ്റിലൂടെ പോയതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഇതിലെ കാഴ്ചകൾ. പക്ഷെ അവിടെ വേറൊരു ഇതാണ്, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. ഈ ടൈപ്പൊക്കെ നമുക്ക് അവിടെയും കണ്ടായിരുന്നു. പിന്നെ ഇതിൽ എന്തോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല സ്റ്റെപ്സൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇസ് ഗുഡ്. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുക. ഒരാൾക്ക് നമുക്കൊരു 70 രൂപയ്ക്കൊന്നും അത്യാവശ്യം വർത്താണ്. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ കുറേ കറങ്ങി നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ കയറി കാണാൻ വേണ്ടിയുണ്ട് വഴി. അപ്പോൾ നമുക്ക് പിന്നെ നമുക്കിതിനകത്ത് കുറേ ഇഗ്വാനാസ്, പിന്നെ നമുക്ക് പാമ്പ്, പിന്നെ കിളികൾ ഇതിനെയൊക്കെ എടുക്കാൻ വേണ്ടിയുണ്ട്. കയ്യിലൊക്കെ വയ്ക്കുന്ന അതിന് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മളതൊന്നും ചൂസ് ചെയ്തില്ല. നമ്മളല്ലാണ്ട് എല്ലാ സ്ഥലങ്ങളും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു തിരിച്ച് മടങ്ങി വരികയാണ് ചെയ്തത്. ഞാൻ അനിയത്തിയും കൂടെയാണ് പോയത്. പിന്നെ എന്നെ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കുറേ നേരം നമ്മൾ ആസ്വദിപ്പിച്ചിരുന്ന ഇവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്.